Hello everyone, welcome to Direction e-learning. കേരള PSC ഈയിടെ നടത്തിയ +2 ലെവൽ മെയിൻസിൻ്റെ ഭാഗമായിട്ട് സിവിൽ എക്സൈസ് ഓഫീസർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് ഫെബ്രുവരി 26, 2022 ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. 25/2022 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കോഡിൽ. അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ജോഗ്രഫി ആ ചോദ്യങ്ങളും അതേപോലെ അതിൻ്റെ ഉത്തരങ്ങൾ, അതിനുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പോകാം. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് A ആണ്. അതിൽ 7ാമത്തെ ചോദ്യം. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ആൻഡമാൻ ദ്വീപ് സമൂഹത്തെയും നിക്കോബാർ ദ്വീപ് സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണെന്നാണ് ചോദിച്ചത്. പാക് കടലിടുക്ക്, ഓപ്ഷൻ ബി ആയിട്ട് 10 ഡിഗ്രി ചാനൽ, ഓപ്ഷൻ സി ഇംഗ്ലീഷ് ചാനൽ, ഓപ്ഷൻ ഡി ആയിട്ട് 11th ഡിഗ്രി ചാനൽ. എന്താണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 10 ഡിഗ്രി ചാനലാണ്. 10 ഡിഗ്രി ചാനലാണ് എന്തിനെ വേർതിരിക്കുന്നത്? നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളെ വേർതിരിക്കുന്ന ആള് എന്ന് പറയുന്നത് 10 ഡിഗ്രി ചാനലാണ്. 10 ഡിഗ്രി ചാനലാണ് വേർതിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ആരൊക്കെ കൊടുത്തിട്ടുണ്ട്? ഓപ്ഷൻ എയില് പാക് കടലിടുക്ക് കൊടുത്തിട്ടുണ്ട്. പാക് സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, അല്ലെങ്കിൽ നമുക്ക് തമിഴ്നാട് ആൻഡ് ജാഫ്ന എന്നൊക്കെ പറയാം. ഇനി ഇംഗ്ലീഷ് ചാനൽ ആണെങ്കിലോ അറ്റ്ലാന്റിക് ഓഷന്റെ ഭാഗത്തായിട്ട് സൗത്ത് കോസ്റ്റ് ഇംഗ്ലണ്ടും അതേപോലെ നോർത്ത് കോസ്റ്റ് ഫ്രാൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്ത് കിടക്കുന്നുണ്ട്? ഇംഗ്ലീഷ് ചാനൽ കിടക്കുന്നുണ്ട്. 11 ഡിഗ്രി ചാനലിനെ പറ്റിയും ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. 11 ആണെങ്കിൽ ലക്ഷദ്വീപിന്റെ ഭാഗമായിട്ടുള്ള അമിനി ആൻഡ് കണ്ണന്നൂർ ഐലൻഡ്സിന്റെ ഒക്കെ ബാക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് 11ാം ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം 10 ഡിഗ്രി ചാനലാണ്. അടുത്തൊരു ചോദ്യം, 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഡി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ. ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനുകളും ജനസാന്ദ്രതയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 4 പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് ഈ 4 സംസ്ഥാനങ്ങളും. ഇതിൽ ഒന്നാമൻ ആരാണ്? 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമനായിട്ട് നിൽക്കുന്നത് ബീഹാർ ആണ്. ബീഹാർ ആണ് ഫസ്റ്റ് പൊസിഷൻ. ബീഹാർ ഫസ്റ്റ് പൊസിഷൻ. രണ്ടാമത്തത് ആരാണ്? രണ്ടാമത്തെ പൊസിഷനിലുള്ളത് വെസ്റ്റ് ബംഗാൾ ആണ്. 3ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത് കേരളം. 4ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത് ഉത്തർപ്രദേശ്. അപ്പൊ ഓർഡർ മാത്രമല്ല, ഇവരുടെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മൾ ഇത് കണക്കാക്കുക. അപ്പൊ ആ തരത്തിൽ പെർ സ്ക്വയർ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ബീഹാർ ആണ് ഏറ്റവും മുന്നിൽ എന്ന് പറഞ്ഞു. ബീഹാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1106 ആണ്. ബീഹാറിന്റെ വാല്യൂ 1106 പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് ജനസാന്ദ്രതയുടെ കണക്കിൽ ബീഹാറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ, പശ്ചിമ ബംഗാൾ ആണെങ്കിൽ 1028. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. കേരളത്തിൻ്റെത് 860. 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ആള് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് 829. അപ്പൊ 1ാം സ്ഥാനം ബീഹാർ 1106, 2ാം സ്ഥാനം പശ്ചിമ ബംഗാൾ 1028, 3ാം സ്ഥാനം കേരളം 860, 4ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് 829. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എന്താണിത്? ജനസാന്ദ്രതയുടെ കണക്കാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കണക്കാണ്. 2011 സെൻസസ് പ്രകാരമുള്ള കണക്കാണ്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമായിട്ടുള്ളത് ഏതാണ്? ആഗ്നേയശിലയുടെ ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഓപ്ഷനിൽ കൊടുത്തത്? മാർബിൾ കൊടുത്തിട്ടുണ്ട്, ഷെയിൽ കൊടുത്തിട്ടുണ്ട്, ബസാൾട്ട് കൊടുത്തിട്ടുണ്ട്, ലിഗ്നൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഉത്തരം? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിട്ട് കിടക്കുന്ന ബസാൾട്ട് ആണ്. ബസാൾട്ട് ആണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമായിട്ടുള്ള ആള്. ഇനി ബാക്കി ആളുകളെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിൽ കിടക്കുന്നത് മാർബിൾ ആണ്. മാർബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റമോർഫിക് റോക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ ബിയും ഡിയും എന്നൊക്കെ പറയുന്നത്, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ കോൾ ആണ്. ബ്രൗൺ കോൾ ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഷെയിൽ ആണെങ്കിലും ലിഗ്നൈറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ സെഡിമെന്ററി റോക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണുള്ളത്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആദ്യമായിട്ട് ആഗ്നേയശിലകളാണ്. ആഗ്നേയശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗ്നിയസ് റോക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബസാൾട്ട്. ഈ ബസാൾട്ടിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്നു വരുന്ന ശിലാദ്രവം, ഭൂമിക്കടിയിൽ നിന്നും
ഉയർന്നു വരുന്ന ശിലാദ്രവം തണുത്തിട്ടാണ് ഇത്തരത്തിലുള്ള റോക്സ് ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ പുറത്തെത്തിയതിനു ശേഷം തണുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഭൂമിക്ക് ഉള്ളിൽ വെച്ച് തന്നെ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നവയാണ് ഈ പറയുന്ന ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഗ്രാനൈറ്റും വരുന്നുണ്ട്, ബസാൾട്ടും വരുന്നുണ്ട്. ബസാൾട്ട് ആയിരുന്നു നമ്മുടെ ചോദ്യം. പിന്നെ പറയുന്നത് എന്താണ്? മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്നവയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രൈമറി റോക്സ് അല്ലെങ്കിൽ പ്രാഥമിക ശിലകൾ, മദർ ഓഫ് റോക്സ് എന്നൊക്കെ വിളിക്കാൻ കാരണം എന്താണ്? ആദ്യം ഉണ്ടാകുന്നത് ആഗ്നേയ ശിലകളും അതിനുശേഷം അപക്ഷയം പ്രോസസ്സിംഗ് അല്ലെങ്കിൽ വെതറിംഗ് പ്രോസസ്സ് മൂലമാണ് മറ്റു ശിലകളിലേക്ക് രൂപമാറ്റം സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് അവസാദ ശിലകൾ. അവസാദ ശിലകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ്. നമ്മുടെ ഓപ്ഷനിൽ ആരുണ്ടായിരുന്നു? ഷെയിലും ലിഗ്നൈറ്റും ഒക്കെ ഒരു തരത്തിലുള്ള സെഡിമെന്ററി റോക്സ് ആണ്, അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇത് കാലത്തിനനുസരിച്ച്, കാലമാറ്റങ്ങൾക്കനുസരിച്ച് അപക്ഷയ പ്രവർത്തനങ്ങൾ മൂലം ആഗ്നേയ ശിലകൾക്കൊക്കെ രൂപമാറ്റം സംഭവിച്ചതിന് ശേഷമാണ് രൂപപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ആരുണ്ട്? സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ എന്നറിയപ്പെടുന്ന മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. അതേപോലെ ഇവരെ കാണപ്പെടുന്ന രീതി എങ്ങനെയാണ്? പാളികളായിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സിനെ വിളിക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് കായാന്തരിത ശിലകൾ, മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നതും അപക്ഷയ പ്രോസസ് ആണ്. ഉയർന്ന മർദ്ദം മൂലമോ അല്ലെങ്കിൽ താപം മൂലമൊക്കെയാണ് ഇത്തരത്തിൽ രൂപമാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഉദാഹരണമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു മാർബിൾ ആൻഡ് സ്ലേറ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. നമ്മളോട് ഓപ്ഷനിൽ എന്തുണ്ട്? മാർബിൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സിന് എക്സാമ്പിൾ ആണ്. കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സ് ആണ് കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡൽ പോയിന്റ്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 8°4' നോർത്ത്, 35°7', 68ഉം 8 ആണെന്നുള്ളത് നമുക്കറിയാം. 8ൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 8°4' നോർത്തും അതേപോലെ തന്നെ 37°6' നോർത്ത് ആണ് കൃത്യമായിട്ടുള്ള 12ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഇന്ത്യയുടെ 2 പോയിന്റ്സ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട്, അക്ഷാംശ രേഖയും രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട് 8°4' നോർത്തും അതേപോലെ തന്നെ 37°6' നോർത്ത് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ, രേഖാംശ രേഖയാണെങ്കിൽ 68°7' ഈസ്റ്റും അതേപോലെ തന്നെ 97°25' ഈസ്റ്റുമാണ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ഓഫ് ഇന്ത്യ. ഇത് കണക്കാക്കുന്നത് മെയിൻലാൻഡ് വെച്ചിട്ടാണ്. എന്നാൽ നമ്മുടെ ഇന്ദിര പോയിന്റ്, ഇന്തോനേഷ്യന്റെ ഭാഗത്ത് കിടക്കുന്ന ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഇന്ദിര പോയിന്റ് കൂടി കണക്കാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു 8 എന്നുള്ള ഭാഗത്ത് 8°4' പകരം എന്തെടുക്കണം? 6°45' നോർത്ത് എന്നൊരു ലാറ്റിറ്റ്യൂഡ് നമ്മൾ കണക്കാക്കിയിരിക്കണം. അപ്പൊ ഇതാണ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ പോയിന്റ്സുമായി ബന്ധപ്പെട്ട് ലാറ്റിറ്റ്യൂഡൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ പോയിന്റ്സ് ആണ്. അടുത്ത ചോദ്യം 28. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്ന ഡേറ്റ് ഏതാണ്? 2008 ഓഗസ്റ്റ് 11, 2008 സെപ്റ്റംബർ 10, 2009 ഓഗസ്റ്റ് 11, 2009 സെപ്റ്റംബർ 11. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2008 ഓഗസ്റ്റ് 11 കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. എന്താണ് ഇതിന് പറയാ? കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് ഓഫ് 2008. 2008 ആക്ട് ആണ്. ഈ സെയിം ആക്ട് 2011 എന്ത് ചെയ്തിട്ടുണ്ട്? അമെൻമെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ വന്നത് 2008 ഓഗസ്റ്റ് 11 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം 34ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഒന്നാമതായിട്ട് പറയുന്നു മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. രണ്ടാമതായിട്ട് പറയുന്നു കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം. മൂന്നാമതായിട്ട് പറയുന്നു 2019 ജൂലൈ 6 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ വന്നിട്ടുള്ള അവസാനത്തെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. 2 കാര്യങ്ങളും ശരിയാണ്. മൂന്നാമതായിട്ട് പറയുന്നത് 2019 ജൂലൈ 6 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് ഓർഡർ വന്നത് തന്നെ എന്നാണ്? 2019 ഓഗസ്റ്റ് 17. അതുകൊണ്ട് തന്നെ ജൂലൈ 6 എന്നൊരു ഡേറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 2ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അപ്പൊ ഇതിൽ എന്താണ് കരിമ്പുഴ? കരിമ്പുഴ ഏത് ഭാഗത്താണ് കിടക്കുന്നത്? കരിമ്പുഴ എന്ന് പറയുന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിലമ്പൂരിന്റെ പരിസരത്തായി കിടക്കുന്ന പുതിയതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വന്യജീവി സങ്കേതമാണ്. നമ്മൾ അമരമ്പലം അതേപോലെ തന്നെ വടക്കേക്കോട്ട ഫോറസ്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ നെടുങ്കയം അതേപോലെ പതുക്ക എന്നൊക്കെ പറയുന്നത് അതിന്റെ ഭാഗമാണ്.
അമരമ്പലം അതേപോലെ തന്നെ വടക്കേക്കോട്ട ഫോറസ്റ്റ്. ഇതിന്റെ ബോർഡേഴ്സിൽ ആര് കിടക്കുന്നുണ്ട്? തമിഴ്നാട്ടില് മുക്കുറുത്തി നാഷണൽ പാർക്ക് കിടക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ സൈലന്റ് വാലി നാഷണൽ പാർക്ക് കിടക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലങ്ങളിലാണ് നമ്മുടെ ഈ ഒരു 2019 ഭാഗമായിട്ട് പുതിയൊരു വന്യജീവി സങ്കേതമായിട്ട് കേരളത്തിൽ കരിമ്പുഴ വന്നിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. താലൂക്ക് എന്ന് പറയുന്നത് നിലമ്പൂരാണ്. ഇതിന്റെ വില്ലേജ് ഏതൊക്കെയാണ്? കരുളായി, മൂത്തേടം ആൻഡ് അമരമ്പലം വില്ലേജ്. വനം, ഇതിന്റെ ഭാഗമായിട്ട് ഈ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വനങ്ങൾ എന്ന് പറയുന്നത് ന്യൂ അമരമ്പലം സംരക്ഷിത വനം, വടക്കേക്കോട്ട മലവാര നിക്ഷിപ്ത വനം. ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 227.97 സ്ക്വയർ കിലോമീറ്റർ. ഇനി ബ്രാക്കറ്റിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, എക്സ്ക്ലൂഷൻസ് വരുന്നുണ്ട്. ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിൽ വരുന്ന എല്ലാ തേക്ക് തോട്ടങ്ങളും അതേപോലെ തന്നെ 2.5 ഹെക്ടർ മാഞ്ചേരി ആദിവാസി കോളനിയും ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ചോദ്യമാണ്, ഏതാണ് ഒഴിവാക്കിയത്? ഒന്ന് മാഞ്ചേരി ആദിവാസി കോളനിയും അതേപോലെ തന്നെ ഈ പറയുന്ന അമരമ്പലം സംരക്ഷിത വനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ തേക്ക് തോട്ടങ്ങളും ഇത്തരത്തിൽ ഇതിന് ഓർഡർ വന്ന സമയത്ത് വന്യജീവി സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ഭാഗത്ത് ചോദ്യങ്ങളായിട്ട് വരുന്നത്. ചോദ്യങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 3 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്തു നിന്നും, 2 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കേരള ജോഗ്രഫിയിൽ നിന്നും, അതേപോലെ ഒരു ചോദ്യങ്ങൾ റോക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഫിസിക്കൽ ജോഗ്രഫി ഭാഗത്തു നിന്നുമാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ 6 ചോദ്യങ്ങളും കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അനായാസം ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളുമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നെഗറ്റീവ് മാർക്കോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാതെയോ നിർബന്ധമായിട്ടും എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി നിങ്ങൾക്ക് ഡയറക്ഷൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്ഷൻ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ പരിശോധിക്കാം. ഇത്തരത്തിൽ മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്